ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് സാറ്റർഡേ വൈകുന്നേരം ഈവനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ചായക്ക് കടി ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത്. കുറേ ആയി ഒരു മധുരം കഴിക്കാനൊരു പൂതിയിട്ട് അങ്ങനെ ഇലയുടെയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇലയുടെ അങ്ങനെ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല. കാരണം ഞാൻ എപ്പോഴും സ്കൂളിൽ നിന്ന് കഴിക്കില്ല. സ്കൂളിൽ പ്രീതി മിസ് എപ്പോഴും കൊണ്ടുവരും കേട്ടോ ഇലയുടെ. അപ്പം മിസ്സ് അടിപൊളിയാക്കി ഉണ്ടാക്കും. അഥവാ മിസ്സ് ഉണ്ടാക്കിയാൽ വൈകുന്നേരം വിളിക്കും വേണമെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ പോയി വാങ്ങലുണ്ട് കേട്ടോ ടീച്ചറെ വീട്ടിൽ പോയിട്ട്. അങ്ങനെ ഇന്ന് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ നല്ലോണം കിളരി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാറില്ല, നമ്മുടെ നാട്ടിൽ കോഴിക്കോട്ടിൽ കിളര, പൊടി കിളരാന്നാട്ടോ പറയുന്നത്. അങ്ങനെ അരിപ്പൊടിയാണ്, അരിപ്പൊടി കിളരി സെറ്റാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ തേങ്ങ ചേരേണ്ടതുണ്ട്. ഞാനൊരു തേങ്ങാട്ടെടുത്ത് അവിടെ ആൾക്കാരുണ്ടായതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതൽ വേണം. പിന്നെ അതാ ശർക്കര, നാണി ശർക്കര അങ്ങനെ എന്തോ ഉമ്മ പറഞ്ഞ് അത് ഞാൻ ആ പൊടി കുഴച്ച് തട്ടിലിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഇഞ്ചി കുത്തുന്ന സാധനത്തോണ്ടൊന്ന് ഈ കുത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങയിൽ കുഴച്ചിട്ട് ഒരു തേങ്ങ കൊള്ളുന്നുണ്ട്, തേങ്ങ കാണുന്നില്ല. അങ്ങനെ ഇതാ വായൻ്റെലൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് വീടിൻ്റെ അടുത്തുള്ള അവിടെ നിന്ന് പിന്നെ വായൻ്റെലൊക്കെ ഏകി സെറ്റാക്കി അരിപ്പൊടി മാവ് അതിലിങ്ങനെ പരത്തുന്നുണ്ട്. വല്ലാണ്ട് എനിക്കറിയൊന്നുമില്ല. ആദ്യം ഞാനൊന്ന് യൂട്യൂബിൽ നോക്കി എങ്ങനെയാണ് സംഭവം എന്നൊക്കെയുള്ളത്. അങ്ങനെ അപ്പോൾ സെറ്റ് അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരിപ്പൊടി നല്ല കുഴഞ്ഞതാ ഇങ്ങനെ വന്നിട്ട് ഇനി എന്താവും എന്നറിയില്ല. അങ്ങനെ അതാ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച, അതായത് ഞാൻ കുറച്ച് നല്ല ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ചുവയാണ്. അപ്പോൾ നല്ല ജീരകം, തേങ്ങ, ശർക്കര ആദ്യം കുറച്ച് ഇട്ട് നോക്കിയിട്ട് അങ്ങനെ മടക്കാൻ കഴിയുന്നുണ്ടോ നോക്കിയിട്ടാണ് പിന്നെ ക്വാണ്ടിറ്റി കൂട്ടിയത് കേട്ടോ. അങ്ങനെ ഞാനവിടെ നമ്മൾ ഇഡലിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഇഡലിൻ്റെ പാത്രത്തിൽ സെറ്റാക്കി വെച്ചു. അങ്ങനെ ആദ്യത്തെ റൗണ്ട് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ശർക്കര അരിഞ്ഞിട്ടുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതിങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായിട്ട് കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കട്ടെ. എല്ലാവരും ട്രൈ